ഹായ്, ഞാൻ നിങ്ങളുടെ നിഷാഗംഗ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായാണ്. വേറെ ഒന്നുമല്ല, ഒരു ഉപ്പുമാവ് റെസിപ്പി. നമ്മുടെ വീട്ടിലെ ഏറ്റവും എളുപ്പമായും വേഗത്തിലും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാണ്. എന്നാൽ നമ്മുടെ മക്കൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഐറ്റം ഇതുതന്നെയാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല ഹെൽത്തിയായ ഒരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി ആദ്യം ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണയായാലും ഉപയോഗിക്കാം. നെയ്യാവുമ്പോൾ അതിനൊരു പ്രത്യേക മണവും അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്വാദും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നെയ്യ് നന്നായി ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. കടുക് നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അത് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായി നുറുക്കിയ മുളക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എരിവിനായി 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ചെറിയ സബോള നന്നായി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സബോള ഒന്ന് ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റും കൂടി അരിഞ്ഞ് ചേർക്കണം. ഇതെല്ലാം നന്നായി യോജിപ്പിച്ച് ഒന്ന് ആവി കയറുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വലിഞ്ഞു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. നന്നായി ഒന്ന് സോട്ടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെരികിയതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ആവി കയറുന്നത് വരെ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നന്നായി ആവി കയറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അതിനായി ഞാൻ ഇവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ആ ഗ്ലാസ്സിൽ തന്നെ 2 കപ്പ് വെള്ളം, ചെറു ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ റവ വളരെ കുറച്ചായി നമുക്ക് വളരെ സാവധാനത്തിൽ ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ഒറ്റയടിക്ക് അത് ചേർത്ത് കഴിഞ്ഞാൽ അതാകെ കട്ട കെട്ടിപ്പോവും, എല്ലാവരുടെയും ഒരുപോലെ യോജിച്ച് വരില്ല. കുറച്ചായി നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എല്ലാവരുടെയും നന്നായി യോജിപ്പിച്ച് നല്ലൊരു കൺസിസ്റ്റൻസി ആയി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതിനെ തീ സിമ്മിലാക്കിയതിന് ശേഷം നന്നായി ഒന്ന് ഒതുക്കി കൂട്ടി ചേർത്ത് നന്നായി പ്രസ് ചെയ്ത് നമുക്ക് ഒരു പാത്രം കൊണ്ട് 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയായ നല്ല സോഫ്റ്റായ നല്ല ഒരു ഉപ്പുമാവ് റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.